ഹലോ ഹലോ DIG പ്ലീസ്. ഹൂസ് കോളിംഗ് പ്ലീസ്? ഹമീദ്. ഹമീദ് പ്ലാവുള്ളക്കണ്ടി. ആര്? ഹമീദ് മേത്തർ പ്ലാവുള്ളക്കണ്ടി. ജോസയ്യ. ജോസയ്യ. Yes, Cecily, what's wrong? ജോസയ്യ, നീ അവിടെ ഒരാള്. Stop. അയ്യോ, എന്റെ കുഞ്ഞ്. അയ്യോ, എന്റെ കുഞ്ഞ്. ജോസയ്യ, എന്റെ കുഞ്ഞ്. ജോസയ്യ. ഹമീദ, എന്റെ കുഞ്ഞ്. ജോസയ്യ, എന്റെ കുഞ്ഞ്. No, no, no. Stop. No, ശബ്ദിച്ചു പോരുത്. ഹമീദ്, no. അയ്യോ, എന്റെ കുഞ്ഞ്. ഹമീദ, എന്റെ കുഞ്ഞ്. പന്ന നായേ, കണ്ട പരമ തെണ്ടിയുടെ ഒക്കെ കൽപ്പന കേട്ടിട്ട് ഇല്ലാത്ത കേസുണ്ടാക്കി സക്കീർ ബായി ലോക്കപ്പിലിട്ടപ്പോ ഓർത്തില്ല നീയെ. ഇതുപോലെ കൂടും കുടുംബം കുഞ്ഞൊക്കെ ഉണ്ട്. നില്ലണം. കുത്തേ വിളിയുടെ ആരാന്ന് വെച്ചാല് വിളിക്കാതിന്റെ സ്വാമിയം തരണേ. എന്നിട്ട് പറയും സക്കീർ ബായി തുറന്നു വിടാൻ. വിളിക്കാ സ്വാമിനെ. അയ്യോ, വേണ്ട. വിളിക്കണം പന്നി. आधा फोन ले मडचेरी यादव अमित भाई ഹമീദ. हाँ हमीद भाई बोल. अरे हमीद भाई खबर है ना क्या? क्या बात? डरना मत. हाँ मലയാളീസ് മായ ചെന്ന് കാണണം ഇപ്പൊ തന്നെ. അപ്പുവിന്റെ ബോംബെ ഡീറ്റെയിൽസ് എന്തൊക്കെ കൂടി വേണം അവക്ക് നാളെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ. അച്ഛനെ ലൈനി വിളിച്ചിട്ട് സംസാരിപ്പിക്കണം അവളോട്, മായയോട്. ചൽ നടാ. ഹാജി മുസ്തഫ ട്രസ്റ്റിൽ നിന്ന് മയക്കുമരുന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോ ഇതുപോലെ വിറച്ചില്ല നിന്റെ കൈ. എന്നടാ സോമ. അത് ബൈ ഞാൻ. അയ്യോ ബൈ, ഞാൻ അറിയാതെ. ഒരു ബോംബെ അടക്കം 6 കോൾസ് വിളിച്ചിട്ടുണ്ട് ഈ ഫോണിൽ നിന്ന്. അതിന്റെ ചാർജസ് പിന്നെ ഞാൻ കളിച്ചു തോറ്റ വകയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 12,000 കൊടുത്തയക്കും രാമേട്ടൻ. സ്വാമിനാഥൻ, സിറ്റിയിലെ VVIP സെക്യൂരിറ്റി ചാർജ് തനിക്കാണല്ലേ? എത്ര പേരുണ്ട് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മുറിക്ക് പുറത്ത്? ഒരു സെൻട്രി, ഒരു ഗാർഡ്. അത്രേ പാടുള്ളൂ അല്ലേ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട്? അയ്യോ ഭായ്, കിഡ്നാപ്പ് ചെയ്യാനും കൊല്ലാനൊന്നും അല്ലടോ. ജസ്റ്റ് മീറ്റ് യുവർ CM. ദാ പുറത്തുനിന്ന് തന്റെ ഡിപ്പാർട്ട്മെന്റ് വക ഒരു വണ്ടി എടുക്കുന്നുണ്ട് ഞാൻ. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് തിരിച്ചുകൊണ്ട്. അയ്യോ ഭായ്, പേടക്കാറോ? കരം കൊടുക്കുന്നവന്റെ ചെലവിൽ ഓടുന്ന വണ്ടിയല്ലേ. ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാം ഏതൊരാൾക്കും ഏതൊരു പ്രജയ്ക്കും. ഹലോ. പോയോടാ അവൻ സക്കീർ. ഗുഡ്. സോ നിന്നെ രക്ഷപ്പെടുത്താൻ നിന്നില്ല. നീ എവിടെയാണെന്ന് ഇതുവരെ തേടി പിടിച്ചതുമില്ല. പകരം DIG ജോസഫ് മടച്ചേരെ ഗൺ പോയിന്റ് നിർത്തി സ്വന്തം രക്ഷ തേടി രക്ഷപ്പെട്ടു സക്കീർ ഹുസൈൻ. ഇപ്പോഴും തോന്നുന്നുണ്ടോ നിനക്ക് നിന്റെ സക്കീർ ബായി വിചാരിച്ചാൽ നീ പോലീസിന്റെ രക്ഷപ്പെടുമെന്ന്? ഇല്ലടാ. ഇനി നീ രക്ഷപ്പെടണമെങ്കിലേ ഈ കേറി വരുന്ന ദൈവം പ്രസാദിക്കണം. ചെല്ലടാ, ചെന്ന് ചോദിക്കേ. കരഞ്ഞു കാലു പിടിക്കണം. കൈയെടുക്കണം. തൊട്ടുപോകല്ലേ ഇവനെ. സക്കീർ ഹുസൈനെ ചുമ്മാ പഴം പോലങ്ങ് വിട്ടുകൊടുത്ത് വെച്ച് നടക്കുന്ന ലെണ്ണുവാ ഇപ്പൊ വക്കച്ചനെ രക്ഷിക്കാൻ വരുന്നേ. എന്നതാണ് കുഞ്ഞെ പറയേ? വാ, ദാണ്ട് ഇവന്മാര് പറഞ്ഞതൊക്കെ കേട്ടോടാ നീ. എന്നിട്ട് എന്നാ തീരുമാനിച്ചു നീ? നാളെ കാലത്ത് കോടതി കയറിയിട്ട് അങ്ങ് ഉറക്കെ വിളിച്ച് പറയൂ നീ. നിന്റെ സക്കീർ ബായി നിന്നെ കൊണ്ട് ബോംബെന്ന് ഇങ്ങോട്ടും പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും മറ്റേ സാധനം കടത്തിച്ചു. എന്നതാ ബാല അതിന്റെ പേര്? കൊക്കൈൻ. കൊക്കൈൻ പറയൂടാ കൊച്ചനെ നീയെ. ആശുപത്രിയിൽ ഇന്റൻസീവ് കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന നിന്റെ തള്ളയുടെ മോന്ത അവര് ചാകുന്നതിന് മുമ്പ് ഒരു തവണ നിനക്ക് കാണണോ അതോ മറ്റവനെ രക്ഷപ്പെടുത്തണോ നിന്റെ സക്കീർ ഹുസൈനെ? കൊണ്ടുപോടാ, കൊണ്ടുപോയി ഇടിച്ച് സമ്മതിപ്പിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ചവിട്ടിക്കൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടി ഞാത്തിക്കളാ. ഹലോ ഹലോ ഹമീദ് ഭായ്, അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണില്ല, ഇങ്ങോട്ട് വിളിക്കാൻ തോന്നണില്ല. ചില എന്തപ്പ ചെയ്യാ? എന്റെ യക്ഷിനാഗ കുളത്തപ്പ ഭായിയെ കസ്റ്റഡിയിൽ നിന്ന് വിട്ട് കിട്ടിയാവോ? ആരാ ഇവിടെ? ഹമീദ് ഭായ്യ? ഹമീദ് ഭായി? ഹാവൂ, വെറുതെ ഓരോന്ന് തോന്നിക്കാൻ കാണരുത്. നേരെ രാമേട്ടാ. ആരാ ഇവിടെ? ആരാ ഇവിടെ? ഹലോ
ഹലോ, ആരാ അവിടെ നിന്നാ ചോദിച്ചത്? ഏയ് രാമേട്ടൻ, സോറി ഫോർ ദ സർപ്രൈസ് രാമേട്ടൻ. സോറി ഫോർ ദ ഷോക്ക്. മിസ്റ്റർ, എന്ത് അധികാരത്തിൽ നിങ്ങൾ Hey, don't get upset, Rametan. This is strictly a business visit. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സക്കീർ ഹുസൈനെ വേട്ടയാടി പിടിക്കാൻ പിഴയ്ക്കാത്ത ലക്ഷ്യമുള്ള ബോംബെ ഹിറ്റ്മാൻമാരുടെ ഒരു ടീമിനെ അയച്ചിട്ടുണ്ട് രാമേട്ട ബലരാമൻ. എന്റെ പൂർണ്ണത്ര ഈശ. Hey, no. You. Hey, old man, don't do anything stupid. Look, രാമേട്ട, പറഞ്ഞല്ലോ ഞാൻ, ദിസ് ഇസ് സ്ട്രിക്ട്ലി എ ബിസിനസ് വിസിറ്റ്. ബോംബെയിൽ നിന്നെത്തിയ രമൺ നായിക്കിന്റെ വേട്ടക്കാർ അവരുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ then you are a free man. But I still believe in miracles, രാമേട്ട. പണ്ടൊരിക്കൽ ബോംബെയില് 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും ഒക്കെ കീറിപ്പറഞ്ഞ് ചോര മുഴുവൻ വാർന്നു പോയിട്ടും പാമ്പ് മുറി കൂടുന്ന പോലെ ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിഭാസമല്ലേ രാമേട്ട സക്കീർ ഹുസൈൻ? അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റുകളെ അതിജീവിക്കാൻ ആയുസ് നീട്ടിക്കിട്ടി വെടികൊണ്ട സിംഹത്തെ പോലെ സക്കീർ ഹുസൈൻ എന്റെ മുന്നിലേക്ക് പാഞ്ഞുകയറി വന്നാല് then I will need you. ഒരു പരിചയ പോലെ എനിക്ക് ഉപയോഗപ്പെടും രാമേട്ടൻ എന്നെ രക്ഷിച്ചു പിടിക്കാൻ. സക്കീർ ഹുസൈൻ എന്ന രക്തദാഹമടങ്ങാത്ത ഡോണിനെ കൊണ്ട് നിസ്സാരമായ ആയുധം താഴെ വെപ്പിച്ച ആളല്ലേ രാമവർമ്മ തിരുമുൽപ്പാട്? തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് കൂടെ നിർത്തിയിട്ട് തന്റെ സക്കീർ ഭായിയുടെ അവസാനമായിട്ട് ഒരു തവണ കൂടി വില പേശണം ബലരാമന്. ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വലിച്ചു മുന്നിലേക്ക് ഒരു രക്ഷാകവചം പോലെ നിർത്തിയിട്ട് അവന്റെ നെഞ്ചു നോക്കി നിറയൊഴിക്കണം ബലരാമൻ. പോയത് എടോ ബലരാമ, പൂജിക്കാനല്ലാത്ത ജീവിതത്തിൽ ഒരൊറ്റ തവണ പോലും കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല രാമവർമ്മ ഈ വസ്തു. പരിഹസിച്ച് പറഞ്ഞില്ലേടോ താൻ ആയുധം താഴെ വയ്പ്പിച്ചു? അതേടോ, എന്റെ കുട്ടിയെ നിറയൊഴിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന നിമിഷം മുതല് ഇതിങ്ങനെ മനസ്സുകൊണ്ട് നിറച്ചു വച്ചിരിക്കുകയാണ് രാമവർമ്മ. സ്വയരക്ഷയ്ക്കല്ലടോ, പക്ഷേ എന്റെ കുട്ടിക്കൊരു ആപത്ത് വരുന്നു എന്ന് അറിഞ്ഞാല് പിന്നെ വിറക്കില്ലടോ. ഒരുപാട് കാലം കൊണ്ട് ഉണ്ണുന്നത് സക്കീർ ഹുസൈന്റെ ചോറ് തന്നെയായി ക്ഷത്രിയൻ. എന്താ സംശയമുണ്ടോ ബലരാമന്? ഇല്ലെങ്കിൽ വിളിച്ച് പറയണ ആരോടാച്ചാൽ എന്റെ കുട്ടിക്കൊന്നും സംഭവിച്ചുകൂടാ.
റാം റാം. രാമേട്ടാ, എളന്തല്ലൂർ, കൃഷ്ണപുരം, വിശാഖം തിരുനാൾ, ശേഖരവർമ്മ, രാമവർമ്മ, തിരുമുൽപ്പാട് അവർകളെ ഒരുപാട് അതിസാഹസം കഴിഞ്ഞിട്ടുള്ള വരവാണ്. കൊട്ടാരം ചെലവിൽ ബലാശ്വഗന്ധാതി തേച്ചൊരു കുളി വേണം, കുളിപ്പിക്കാൻ ഒരാളും വേണം. എന്താ തരാവോ? മുറി അടച്ചിരുന്ന് ഒറ്റയ്ക്ക് കരയേണ്ട തിരുമുൽപ്പാടെ ഒരു കൂട്ടക്കരച്ചിലാവാൻ നമുക്ക്. ഇറങ്ങി വാ പുറത്ത്. ഹമീദ് കാ, എനിത്തിങ് റോങ്? എവിടെ മായ? ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഹമീദ് കാ, എനിത്തിങ്? ബൈ. അപ്പു